ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. കുറച്ചായിട്ട് നമ്മൾ ഉണ്ടായിരുന്നില്ല, എക്സാമിൻ്റെ തിരക്ക്, അങ്ങനെ ഇത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ബസ്മതി റൈസ് വേവിക്കാം. അതിനായിട്ട് നമുക്ക് ഇത്തിരി വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇത്തിരി ഓയിലും ഒഴിക്കാം. എന്നിട്ട് നമുക്കൊന്ന് എടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ വെള്ളം ഇങ്ങനെ തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് വേണ്ട ഇതോ റെഡിയാക്കി എടുക്കാം. വെജിറ്റബിൾസ്, എഗ്സ് ഒക്കെ നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിക്കാം. അപ്പം നമ്മളിവിടെ 3 മുട്ട എടുത്തേക്കണം കേട്ടോ. അതിലേക്ക് ഇത്തിരി ഉപ്പും ഇത്തിരി കുരുമുളകും ഇട്ടിട്ട് നമുക്ക് ചിക്കി എടുക്കാം. അപ്പം നമുക്കിത് നന്നായി ചിക്കി എടുക്കാം. നമ്മൾ നന്നായി മുട്ട ചിക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബസ്മതി റൈസ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ അരിയൊക്കെ വേവുമ്പോഴത്തേനും നമുക്കൊന്ന് അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ആദ്യം ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഇത്തിരി ഓയിൽ, ഇനി അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളി. അതിലേക്ക് ഇത്തിരി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടാം. അപ്പം നമ്മുടെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 150 ഗ്രാം ബീൻസും 150 ഗ്രാം ക്യാരറ്റും ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ക്യാപ്സിക്കം ഇടാം. ആദ്യം നമുക്ക് സോയാ സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് ഇത്തിരി, എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, വെച്ച മുട്ട ഇടാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാവർക്കും വെക്കേഷനൊക്കെ അല്ലേ, എനിക്ക് അന്ന് എക്സാം ആയ കാരണം ഞാൻ വീഡിയോസൊക്കെ ഇടാത്തത്. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിൽ മാറ്റി വെച്ച ബസ്മതി റൈസ് ഇടാം ഇതിലേക്ക്. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ.